എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആറാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്. മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുണിതങ്ങളും ഘടകങ്ങളും. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ നമ്മൾ കുറേ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ, അതായത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാനും മാർക്ക് വാങ്ങാനും പറ്റിയ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് അങ്ങോട്ട് കിടക്കാം. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ? എന്താണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2 അല്ലേ? 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയെ, ഉദാഹരണത്തിന് 2 എടുത്തു, ഞാൻ 2 എടുത്തു. ഈ ഒരു സംഖ്യയെ നാം ഈ നാച്ചുറൽ നമ്പർ കൊണ്ട് ഗുണിച്ചു വിചാരിക്കുക. ഓരോ സംഖ്യകൾ കൊണ്ട് മാറി മാറി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേറെ സംഖ്യകൾ കിട്ടും അല്ലേ? ഇപ്പോൾ നോക്കിയാൽ 2നെ ഞാൻ 1 കൊണ്ട് ഗുണിച്ചു. 1 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 2 കിട്ടി അല്ലേ? 2 കിട്ടി. ഇനി 2നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലോ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും അല്ലേ? ഇനി 2നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6, 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 8 അല്ലേ? ഇനി 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 10. ഇനിയും 6, ഇവിടെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6 × 2 12, ഇനി 7 × 2 14, 8 × 2 16, 9 × 2 18 അല്ലേ? 10 × 2 20. ഇങ്ങനെ നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട് ഇങ്ങനെ ഒരു സംഖ്യയെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഖ്യകൾ കിട്ടും അല്ലേ? ഈ സംഖ്യകൾ നാം എന്താണ് പറയുക? 2ന്റെ, ഇപ്പം നമ്മൾ 2നെയാണ് ഗുണിച്ചത് അല്ലേ? അപ്പം 2ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയും, അതായത് 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറയും. അപ്പോൾ എന്താണ് 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ? 2നെ നാം ഈ നാച്ചുറൽ നമ്പർ കൊണ്ട് ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ നാച്ചുറൽ നമ്പർ കൊണ്ട് ഇങ്ങനെ ഗുണിച്ചു നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണിത് അല്ലേ? അപ്പോൾ ഈ സംഖ്യകളെയാണ് നാം എന്ത് പറയുക? 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് തന്നെ എഴുതാം മൾട്ടിപ്പിൾസ് ഓഫ് 2. മൾട്ടിപ്പിൾസ് അല്ലേ? മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്ന് പറയും. അതാണ് ഇതൊക്കെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 2ന്റെ ഗുണിതങ്ങൾ അല്ലേ? അപ്പോൾ നമ്മൾ മലയാളം മീഡിയക്കാർ എന്ത് പറയും? 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറയും. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ എന്ത് പറയും? മൾട്ടിപ്പിൾസ് ഓഫ് 2 അല്ലേ? 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2ന്റെ ഗുണിതങ്ങൾ. ഇനി ഇതേ രൂപത്തിൽ നമുക്ക് 3ന്റെ ഗുണിതങ്ങൾ കാണാൻ പറ്റുമല്ലോ അല്ലേ? നാം എന്ത് ചെയ്താൽ മതി? 3നെ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത് എഴുതി നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 3. മൾട്ടിപ്പിൾസ് ഓഫ് 3, അതായത് 3ന്റെ ഗുണിതങ്ങൾ. 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ വരും? നമ്മൾ 3 1 കൊണ്ട് 3നെ ഗുണിച്ചു കഴിഞ്ഞാൽ 3, 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6, 3 × 3 9, 4 × 3 12, 5 × 3 15 അല്ലേ? 6 × 3 18, 7 × 3 21, ഇനി 8 × 3 24 അല്ലേ? 9 × 3 27, 10 × 3 30 അല്ലേ? അപ്പം ഇങ്ങനെ പോകുന്നു. എന്ത്? ഇതാണ് മൾട്ടിപ്പിൾസ് ഓഫ് 3, അതായത് 3ന്റെ ഗുണിതങ്ങൾ. അപ്പം ഇത് 2ന്റെ ഗുണിതങ്ങൾ, ഇത് 3ന്റെ ഗുണിതങ്ങൾ. ഇനി ഇതേ രൂപത്തിൽ തന്നെ ഞാൻ 6ന്റെ ഗുണിതങ്ങൾ എഴുതാൻ പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം മൾട്ടിപ്പിൾസ്. ഞാനിവിടെ എഴുതുന്നതിന് പകരമാണ് ഇങ്ങനെ കോമിട്ടത് കേട്ടോ. മൾട്ടിപ്പിൾസ് ഓഫ് 6 അല്ലേ? 6ന്റെ ഗുണിതങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ നമ്മൾ 1 കൊണ്ട് 6നെ ഗുണിക്കുക, 2 കൊണ്ട് 6നെ ഗുണിക്കുക അല്ലേ? 3 കൊണ്ട് 6നെ ഗുണിക്കുക. അപ്പം 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24, 5 × 6 30 അല്ലേ? 6 × 6 36 അല്ലേ? 7 × 6 42 അല്ലേ? അപ്പം ഇങ്ങനെ പോകും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ 6ന്റെ മൾട്ടിപ്പിൾസ്, 6ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ നമ്മുടെ എന്തൊക്കെ എഴുതി? 2ന്റെ ഗുണിതങ്ങൾ എഴുതി, 3ന്റെ ഗുണിതങ്ങൾ എഴുതി, 6ന്റെ ഗുണിതങ്ങൾ എഴുതി. ഇനി നമ്മൾ 6ന്റെ ഗുണിതങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ 6, 12, 18, 24, 30, 36, 42 അല്ലേ? ഇതൊക്കെ 6ന്റെ ഗുണിതങ്ങൾ. ഇനി 6ന്റെ ഗുണിതങ്ങൾ ഇവിടെ ആദ്യത്തത് 6 അല്ലേ? ഇനി നമുക്ക് 2ന്റെ ഗുണിതങ്ങളിൽ പോയി നോക്കിയാൽ 2ന്റെ ഗുണിതത്തിലും ഈ 6 ഉണ്ട്, ശരിയല്ലേ? ഈ 6 ഇതിലുണ്ടല്ലോ, ഉണ്ട് അല്ലേ? അപ്പം ഈ 6 ഇതിലുണ്ട്, 2ന്റെയിലുണ്ട്. 3ന്റെയിലോ? 3ന്റെയിലും 6 ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതിൽ ഏത്? 12. ഈ 12 നോക്കിയേ, 12 ഇതിൽ 12 ഉണ്ടല്ലോ, ഉണ്ട് അല്ലേ? ഇവിടെയോ? ഇവിടെയും 12 ഉണ്ട്. അപ്പം ഇതിൽ 12 ഇതിൽ 2ലും ഉണ്ട്. ഇനി അടുത്ത് ഞാൻ 18 എടുത്തു. 18 ഇതിലുണ്ടോ നോക്കിയേ? 18 ഇതിലുണ്ട്. 18 ഇതിലുണ്ടോ നോക്കിയേ? 18 ഇതിലുണ്ട് അല്ലേ? ഉണ്ട്. ഇനി 24. ഇനി നമ്മൾ 20 കഴിഞ്ഞാൽ 22, 24 അങ്ങനെ പോകും. അപ്പോൾ 24 ഇതിലുണ്ട് അല്ലേ? ഇതിലുണ്ടാവും. ഇനി ഇതിലോ? ഇതിലും 24 ഉണ്ട്. ഇനി നോക്കിയാൽ 30 ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി സംഖ്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 30 വരും. ഇവിടെയും 30 ഉണ്ട്.
അതായത് 6ന്റെ എല്ലാ ഗുണിതങ്ങളും ഏതിലുണ്ട്? 2ലും ഉണ്ട്, പിന്നെ 3ലും ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് അതിന് കാരണം? കാരണം വേറെ ഒന്നുമല്ല, 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ഉം 3ഉം ഗുണിച്ചാലാണ് നമുക്ക് 6 കിട്ടുക അല്ലേ? അതായത് നോക്കിയാൽ എങ്ങോട്ട് നോക്കിയാൽ 2 ശ്രദ്ധിക്കുക, 2 × 3 = 6. 2ഉം 3ഉം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് 6ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ഏതിൽ വന്നു? 2ന്റെ മൾട്ടിപ്പിൾസിൽ ഉണ്ടായിരിക്കും, 3ന്റെ മൾട്ടിപ്പിൾസിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഇതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വേറെ 2 സംഖ്യകളൊന്നും എടുത്ത് ചെക്ക് ചെയ്താലോ? ഉദാഹരണത്തിന് നമുക്ക് 10 എടുക്കാം. 10 എന്ന് പറഞ്ഞാൽ 2 × 5. 2 × 5 ആണ് 10 അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ നോക്കിയാൽ 10ന്റെ മൾട്ടിപ്പിൾസ് അതായത് 10ന്റെ ഗുണിതങ്ങൾ, മലയാളം മീഡിയക്കാർ 10ന്റെ ഗുണിതങ്ങൾ അല്ലെ? മൾട്ടിപ്പിൾസ് ഓഫ് 10, 10ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 10ന്റെ ഗുണിതങ്ങൾ 10 × 1 അല്ലെ? 10 × 1 10, 10 × 2 20, 10 × 3 30, 10 × 4 40 അല്ലെ? ഇങ്ങനെ പോകുന്നു 10ന്റെ ഗുണിതങ്ങൾ. ഇനി നമുക്കറിയാം, ഇനി നമുക്ക് 2ന്റെ ഗുണിതങ്ങൾ നോക്കിയാൽ 2 × 5 അല്ലേ 10. അപ്പൊ നമ്മൾ 10ന്റെ ഗുണിതങ്ങൾ എഴുതി. ഇനി നമുക്ക് 2ന്റെ ഗുണിതം നോക്കാം. 2ന്റെ ഗുണിതം നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനി രണ്ടാമത് എഴുതണ്ട. ഇനി നമുക്ക് 5ന്റെ ഗുണിതം നോക്കാം. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ന്റെ ഗുണിതം നോക്കിയാൽ 5 × 1 5, 5 × 2 10, 5 × 3 15, 5 × 4 20 അല്ലെ? 5 × 5 25 ഇങ്ങനെ പോകുന്നു. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ ഇത് ശരിയാണെന്ന് നോക്കിയാൽ നമുക്ക് 10ന്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 10 അല്ലെ? 10. അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾ ഏതിലൊക്കെ വേണം? നമ്മൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഏതിലൊക്കെ ഉണ്ടാവണം? 5ന്റെയിലും ഉണ്ടാവണം, 2ന്റെയിലും ഉണ്ടാവണം അല്ലേ? അങ്ങനെയല്ലേ നമ്മോട് പറഞ്ഞത്? 6ന്റെ മൾട്ടിപ്പിൾസ് 3ന്റെ മൾട്ടിപ്പിൾസിലുണ്ടായിരുന്നു, 2ന്റെ മൾട്ടിപ്പിൾസിലുണ്ടായിരുന്നു അല്ലേ? അതേപോലെ നമുക്കിവിടെ 10ന്റെ മൾട്ടിപ്പിൾസ് ഏതിലൊക്കെ വേണം? 5ന്റെ മൾട്ടിപ്പിൾസിൽ വേണം, അതുപോലെ തന്നെ 2ന്റെ മൾട്ടിപ്പിൾസും വേണം അല്ലേ? 2 × 5 ആണ് 10. അപ്പൊ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോണ്. മൾട്ടിപ്പിൾസ് ഓഫ് 10, 10ന്റെ മൾട്ടിപ്പിൾസ്, 10ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. ആദ്യത്തത് 10. 10 2ന്റെ മൾട്ടിപ്പിൾസിലുണ്ടോ? ഉണ്ട് അല്ലേ? 10 ഇവിടെ ഉണ്ട്. ഇനി 5ന്റെയിലുണ്ടോ? 5ന്റെയിലും 10 ഉണ്ട്. ഇനി അടുത്തത് 20. ഇതിലുണ്ടോ? 2ന്റെയിലുണ്ടോ? 2ന്റെയിൽ 20 ഉണ്ട്. ഇനി 5ന്റെയിലുണ്ടോ? 5ന്റെയിൽ 20 ഉണ്ട് അല്ലേ? ഇനി നമ്മൾ അടുത്ത 30. 30 ഇതേപോലെ നമുക്ക് എഴുതാണെങ്കിൽ 30 ഇതിലുണ്ടായിരിക്കും. ഇനി 20 കഴിഞ്ഞ് 25 കഴിഞ്ഞാൽ അടുത്ത 30 കൂടെ അല്ലേ? അപ്പൊ 30 ഇതിലും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ 2 × 5 10 ആണ്. അതുകൊണ്ട് 10ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ഏതിലുണ്ടായിരിക്കും? 2ന്റെ മൾട്ടിപ്പിൾസിലുണ്ടായിരിക്കും, 5ന്റെ മൾട്ടിപ്പിൾസിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇക്കാര്യം എങ്ങനെ പറയാൻ പറ്റും? അതായത് ഒരു സംഖ്യ ഇപ്പൊ 2 ആണ്, അതിന്റെ മൾട്ടിപ്പിൾ എന്താണ്? 6. അതിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളതൊക്കെ അല്ലേ? അത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? 2ന്റെയും മൾട്ടിപ്പിൾ ആണ്. അതായത് ഈ സംഖ്യകളൊക്കെ ഏതിൽ വരുന്നുണ്ട്? ഈ സംഖ്യകളൊക്കെ 2ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട് അല്ലേ? ഇനി അതല്ലെങ്കിൽ 3 എടുക്കാന്ന് വിചാരിക്കുക. ഈ സംഖ്യ ഒരു സംഖ്യ അതിന്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6 അല്ലെ? അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? ഇതൊക്കെ 6ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ? അപ്പൊ ഈ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതിന്റെ മൾട്ടിപ്പിൾസ് ആണ്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അതായത് ഈ സംഖ്യകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ 3ന്റെ മൾട്ടിപ്പിൾസിലും ഈ സംഖ്യകളൊക്കെ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾസിന്റെ മൾട്ടിപ്പിൾസ്, അതായത് ഒരു സംഖ്യയുടെ ഗുണിതത്തിന്റെ ഗുണിതങ്ങളെല്ലാം ആ സംഖ്യയുടെയും ഗുണിതമാണ്. 6ന്റെ ഗുണിതങ്ങളൊക്കെ എന്തിന്റെ ഗുണിതാണ്? 2ന്റെ ഗുണിതാണ്. അല്ലെങ്കിൽ 6ന്റെ ഗുണിതങ്ങളൊക്കെ ഏതിന്റെ ഗുണിതാണ്? 3ന്റെ ഗുണിതാണ്. അതല്ലേ നമുക്കിവിടെ എന്താ പറയാം? 10ന്റെ ഗുണിതങ്ങളൊക്കെ അല്ലെ ഏതിന്റെ ഗുണിതാണ്? 2ന്റെ ഗുണിതാണ് അല്ലെ? 5 × 2 അല്ല 10. അപ്പൊ 10ന്റെ ഏത് ഗുണിതം എടുത്താലും, ഏത് മൾട്ടിപ്പിൾ എടുത്താലും അതേതിന്റെ ഗുണിതാണ്? 2ന്റെ ഗുണിതാണ്. അതേതിന്റെ ഗുണിതാണ്? 5ന്റെയും ഗുണിതാണ് അല്ലെ? 5 × 2 10 ആണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതി 2 × 3 6 അല്ലെ? 2ഉം 3ഉം തമ്മിൽ ഗുണിച്ച് 6 കിട്ടും. അതായത് 2ന്റെ മൾട്ടിപ്പിൾ ആണ് 6 അല്ലെ? അതായത് 2നെ ഏതോ ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. അപ്പൊ നമുക്കറിയാം 2ന്റെ മൾട്ടിപ്പിൾ ആണ് 6, അല്ലെങ്കിൽ 2ന്റെ ഗുണിതമാണ് 6 അല്ലെ? 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. അതല്ലെങ്കിൽ നമുക്കറിയാം 3ന്റെ ഗുണിതമാണ് 6 അല്ലെ? അപ്പൊ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. അതായത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6, 2ന്റെയും മൾട്ടിപ്പിൾ ആണ് 6 അല്ലെ? ഇനി നമുക്ക് ഇതിനെ തിരിച്ചെങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ നമ്മൾ പറഞ്ഞു 2ന്റെ മൾട്ടിപ്പിൾ ആണ് 6 എന്ന് പറഞ്ഞു അല്ലെ? അതല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6 എന്ന് പറഞ്ഞു. അത് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഞാൻ തിരിച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും? ചോദ്യം മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, ഇപ്പോൾ വൈഗ, നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരാണ് വൈഗ. ഇപ്പോൾ വൈഗയുടെ അച്ഛൻ ആരാണ്? സുരേഷ്. അപ്പോൾ വൈഗയുടെ അച്ഛൻ സുരേഷാണ് അല്ലേ? വൈഗയുടെ അച്ഛനാണ് സുരേഷ്. അച്ഛൻ, ഫാദറാണ് സുരേഷ്. അങ്ങനെയാണെങ്കിൽ സുരേഷിന്റെ ആരാണ് വൈഗ?
ഫാദർ അല്ലല്ലോ. സുരേഷിൻ്റെ ആരാണ് വൈഗ? സുരേഷിൻ്റെ മകൾ അല്ലേ? സുരേഷിൻ്റെ മകൾ അല്ലെങ്കിൽ ഡോട്ടറാണ് ആര്? വൈഗ. അപ്പോൾ വൈഗയുടെ അച്ഛനാണ് സുരേഷ്. നമ്മൾ തിരിച്ചങ്ങനെ പറയാം, സുരേഷിൻ്റെ മകളാണ് വൈഗ, അങ്ങനെ പറയാം അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ 2ൻ്റെ മൾട്ടിപ്പിളാണ് 6, അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിളാണ് 6. അപ്പോൾ 6ൻ്റെ എന്താണ് 2? അപ്പോൾ നമ്മൾ പറയും 6ൻ്റെ ഫാക്ടറാണ് 2. മനസ്സിലായല്ലോ? ഫാക്ടർ, FACTOR. ഫാക്ടർ എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയക്കാർ എന്താ പറയുക? ഘടകം. ഘടകം. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 2ൻ്റെ ഗുണിതമാണ് 6, 6ൻ്റെ ഘടകമാണ് 2, അല്ലെങ്കിൽ 6ൻ്റെ ഫാക്ടറാണ് 2, അല്ലെങ്കിൽ 6ൻ്റെ ഫാക്ടറാണ് 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 10ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 10ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 10 അല്ലേ? 10 ഏതൊക്കെ ഗുണിച്ചാൽ നമുക്ക് 10 കിട്ടാം? 10 കിട്ടി കഴിഞ്ഞാൽ 1 × 10 അല്ലേ? 1 × 10 10ആണ്. പിന്നെ നമുക്കോ 2 × 5 അതും 10ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തായി മാറും? ഇതൊക്കെ 10ൻ്റെ ഫാക്ടേഴ്സ് ആണ് അല്ലേ? അപ്പോൾ 10ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 വരും അല്ലേ? 1നെ ഗുണിച്ചാൽ കിട്ടും 10 കൊണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഓർഡറിൽ എഴുതാണെങ്കിൽ 1 കഴിഞ്ഞാൽ നമുക്ക് 2 എഴുതാം. 2 ഫാക്ടറാണ്. പിന്നെയോ 5 ഫാക്ടറാണ്. പിന്നെയോ 10ഉം ഫാക്ടറാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഫാക്ടറാണ്? 10ൻ്റെ ഫാക്ടറാണ്. കാരണം ഇവ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. അതുപോലെ തന്നെ 6ന് വേറെ ഫാക്ടേഴ്സ് ഉണ്ടാ? 6ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇപ്പോൾ 2 × 3 6. പിന്നെ ഏതോ ഫാക്ടർ? 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും അല്ലേ? അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ 6ൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെ? 1 ഇപ്പം നമ്മൾ ഓർഡറിൽ ഇപ്പോൾ 2 3 1 6 എന്നങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമ്മൾ ഓർഡറിൽ എഴുതാണെങ്കിലോ 1 2 3 6. അപ്പോൾ ഇത് 4ഉം 6ൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ 10ൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 85 85. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം അല്ലേ? എന്താണ് ചോദ്യം? ഫോർ ഈച്ച് ഓഫ് ദി മൾട്ടിപ്പിൾസ് ഗിവൺ ബിലോ ഫൈൻഡ് ദി അതർ നമ്പേഴ്സ് ദേ ആർ മൾട്ടിപ്പിൾസ് ഓഫ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ നമുക്ക് കുറച്ച് ഗുണിതങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഗുണിതങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതെല്ലാം വേറെ ഏത് സംഖ്യകളുടെ ഗുണിതമായി വരും എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ അല്ലെ? ഇപ്പോൾ വായിച്ചു നോക്കിയാൽ മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലേ? മൾട്ടിപ്പിൾസ് ഓഫ് 8. പിന്നെ നമുക്കോ മൾട്ടിപ്പിൾസ് ഓഫ് 10. പിന്നെ അടുത്തത് മൾട്ടിപ്പിൾസ് ഓഫ് 12 അല്ലേ? ഇങ്ങനെ കുറച്ച് മൾട്ടിപ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വേറെ ഏത് സംഖ്യകളുടെ ഒക്കെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരും, അതായത് വേറെ ഏത് സംഖ്യകളുടെ ഒക്കെ ഗുണിതങ്ങളായിട്ട് വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് സംഖ്യയുടെയും മൾട്ടിപ്പിൾസ്, ഏത് സംഖ്യയുടെയും ഗുണിതങ്ങൾ എന്തായിരിക്കും? അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ, അതിൻ്റെ ഘടകങ്ങളുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും, ഘടകങ്ങളുടെ ഗുണിതമായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് ചെയ്തത് 6 അല്ലേ? 6ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. അത് ഏതിൻ്റെ ഗുണിതങ്ങളൊക്കെയാണ്? 2ൻ്റെ ഗുണിതമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 3ൻ്റെയും ഗുണിതമാണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? മൾട്ടിപ്പിൾസ് ഓഫ് 8. 8ൻ്റെ ഗുണിതങ്ങൾ, 8ൻ്റെ മൾട്ടിപ്പിൾസ് ഏതിൻ്റെ ഒക്കെ ഗുണിതങ്ങളായിട്ട് വരും? നാം എന്ത് ചെയ്താൽ മതി? 8ൻ്റെ ഘടകങ്ങൾ അല്ലെ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 8ൻ്റെ മൾട്ടിപ്പിൾസ് ആ സംഖ്യകളുടെ ഒക്കെ മൾട്ടിപ്പിൾസും ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നാം എന്ത് വേണം? 8ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 8ൻ്റെ മൾട്ടിപ്പിൾസ് ഏതിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾസ് ആവും? 8ൻ്റെ ഘടകങ്ങൾ, 8ൻ്റെ ഫാക്ടേഴ്സിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 8 കിട്ടുക? അതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ നമുക്കറിയാം 2 × 4 അല്ലേ? 2 × 4 8. ഓക്കെ. പിന്നെ നമുക്കറിയാം 1 × 8 8 തന്നെയാണ് അല്ലേ? പക്ഷേ ഇവിടെ 8ഉം അതും 8 തന്നെ അല്ലേ? അപ്പോൾ 8ൻ്റെ ഫാക്ടേഴ്സ് തന്നെയാണ് 8ൻ്റെ ഫാക്ടേഴ്സ്. അതുകൊണ്ട് നമ്മൾ 1ഉം ഈ 8ഉം ഒഴിവാക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 1ഉം പിന്നെ ഈ 8ഉം ഇതേ സംഖ്യ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാം. ബാക്കി ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ എഴുതാം. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ 2 × 4 8 അല്ലേ? വേറെ ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ 8 കിട്ടുമോ? കിട്ടില്ല അല്ലേ? 2 × 4 8. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് ഓൾസോ ദി മൾട്ടിപ്പിൾസ് ഓഫ് 2 and 4. അതായത് 8ൻ്റെ മൾട്ടിപ്പിൾസ്, 8ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെയും 4ൻ്റെയും ഗുണിതമാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? മൾട്ടിപ്പിൾസ് ഓഫ് 8 ആർ ഓൾസോ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 4 അല്ലേ? അപ്പോൾ 8ൻ്റെ ഗുണിതങ്ങളെല്ലാം, മലയാളം മീഡിയക്കാരെന്ത് എഴുതണം? 8ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെയും 4ൻ്റെയും ഗുണിതങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മൾ എഴുതി വയ്ക്കാം. ഇനി അടുത്ത് നോക്കിയാൽ മൾട്ടിപ്പിൾസ് ഓഫ് 10 അല്ലേ? അപ്പോൾ 10ൻ്റെ ഗുണിതങ്ങൾ ഏതിൻ്റെ ഒക്കെ ഗുണിതങ്ങളായി വരും? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് അതേപോലെ തന്നെ കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 10ൻ്റെ ഘടകങ്ങൾ, 10ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ?
അതായത് ഏത് രണ്ട് സംഖ്യകളൊക്കെ ഗുണിച്ചു കഴിഞ്ഞാൽ 10 കിട്ടുമെന്ന് നമ്മൾ നോക്കാം. ഏതൊക്കെ സംഖ്യയാണ്? 1 × 10 10 അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒഴിവാക്കാം അല്ലേ. നമുക്ക് ഒരേ സംഖ്യ 10 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി. പിന്നെ ഏതാ നമുക്ക് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഏതാ 10 കിട്ടുക? 2 × 5 അല്ലേ. അപ്പോൾ 2 × 5 10. ഇനി വേറെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 10 കിട്ടോ? 10 കിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ്. ഈ 2ഉം 5ഉമാണ് ഈ 10ന്റെ ഫാക്ടേഴ്സ്, 10ന്റെ ഘടകങ്ങൾ. മനസ്സിലായല്ലോ? 10ന്റെ ഘടകങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 10ന്റെ എല്ലാ ഗുണിതങ്ങളും 2ന്റെയും ഗുണിതമായിരിക്കും, 5ന്റെയും ഗുണിതമായിരിക്കും. ഇവിടെ നമ്മൾ എഴുതിയ പോലെ തന്നെ 10ന്റെ എല്ലാ ഗുണിതങ്ങളും 5ന്റെയും ഗുണിതമായിരിക്കും, 2ന്റെയും ഗുണിതമായിരിക്കും. അപ്പം എന്തെഴുതി? മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ ഓൾസോ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 5 അല്ലേ. അതായത് മലയാളം പഠിക്കാൻ എന്ത് എഴുതണം? മൾട്ടിപ്പിൾസ് ഓഫ് 10 അല്ലേ. അതായത് 10ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെയും 5ന്റെയും ഗുണിതങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കിയാൽ മൾട്ടിപ്പിൾസ് ഓഫ് 12, അതായത് 12ന്റെ ഗുണിതങ്ങൾ വേറെ ഏത് സംഖ്യകളുടെയൊക്കെ ഗുണിതങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നേരത്തെ അതേപോലെ തന്നെ 12ന്റെ എന്ത് കണ്ടുപിടിക്കണം? ഘടകങ്ങളെ കണ്ടുപിടിക്കണം അല്ലേ. അതായത് 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 12ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 1 × 12 12 അല്ലേ. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ പറഞ്ഞു, അത് ഒഴിവാക്കി. പിന്നെ ഏതാ ഉള്ളത്? 2 × 6 2 × 6 അല്ലേ. 2 × 6 12. ഓക്കെ. പിന്നെ ഏതാണ് നമുക്ക് 12 കിട്ടുക? 3 × 4 അല്ലേ. അപ്പോൾ ആരൊക്കെ ഉത്തരം പറഞ്ഞു? 3 × 4. അപ്പോൾ 3 × 4 12 അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്? 2 വരും, 6 വരും, 3 വരും, 4 വരും അല്ലേ. അതായത് നമ്മളിപ്പോൾ ഓർഡറിൽ എഴുതാണെങ്കിൽ 2 3 4 6. അപ്പോൾ ഇതൊക്കെ 12ന്റെ ഫാക്ടേഴ്സ് ആണ്, 12ന്റെ ഘടകമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12ന്റെ മൾട്ടിപ്പിൾസ്, 12ന്റെ ഗുണിതങ്ങളെല്ലാം ഏതിന്റെ ഗുണിതങ്ങളായി വരും? 6ന്റെ ഗുണിതങ്ങൾ, 2ന്റെ ഗുണിതങ്ങളായി വരും അല്ലേ. അപ്പോൾ 2ന്റെ ഗുണിതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടായിരിക്കും? 12ന്റെ എല്ലാ ഗുണിതങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ 6ന്റെ ഗുണിതങ്ങൾ എടുത്തു കഴിഞ്ഞാലോ അതിൽ 12ന്റെ എല്ലാ ഗുണിതം ഉണ്ടായിരിക്കും. 3ന്റെ എടുത്തു കഴിഞ്ഞാൽ അതിലും 12ന്റെ എല്ലാ ഗുണിതങ്ങളും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 12ന്റെ ഗുണിതങ്ങളെല്ലാം ഏതിൽ വരും? 2ന്റെ ഗുണിതമായിരിക്കും, 3ന്റെ ഗുണിതമായിരിക്കും, 4ന്റെ ഗുണിതമായിരിക്കും, 6ന്റെയും ഗുണിതമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എഴുതി വെക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 12 ആർ ഓൾസോ മൾട്ടിപ്പിൾസ് ഓഫ് 2 3 4 and 6 അല്ലേ. അതായത് 12ന്റെ മലയാളം മീഡിയക്കാരൻ എന്ത് എഴുതണം? 12ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെയും 3ന്റെയും 4ന്റെയും 6ന്റെയും ഗുണിതങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിത് ഇപ്പോൾ 2 6 3 4 അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഓർഡർ ആക്കി എഴുതിയെന്നുള്ളൂ.